ഇപ്പോൾ വി കെ പ്രശാന്ത് MLA കൂടി ചെയ്തുകൊണ്ട് ശ്രീ വി കെ പ്രശാന്ത്, താങ്കൾ കൂടി ഇരുന്ന ഒരു വേദിയാണ് നമ്മുടെ വഞ്ചൂരിലെ ആ സമ്മേളന വേദി. അതിലാണ് ഇപ്പോൾ കോടതി ഒരു ഫോളോ അപ്പ് നടത്തി താങ്കളടക്കമുള്ള ആളുകൾ കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്ന് പറയുന്നത്, നിർദ്ദേശിക്കുന്നത്. MLA അല്ല, അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാജരാകും. തീർച്ചയായും MLA, നമ്മൾ ഗൗരവത്തോടെ അതായത് ഈ സംഭവത്തിൽ ഞാൻ ഒന്നുകൂടെ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പറയാം. അതായത് MLA മാരായ കടകംപള്ളി സുരേന്ദ്രൻ, ബി ജോയ്, വി കെ പ്രശാന്ത്, M വിജയകുമാർ, പന്ന്യൻ രവീന്ദ്രൻ, കോൺഗ്രസ് നേതാക്കളായ TJ വിനോദ് MLA എന്നിവർ നേരിട്ട് കോടതിയിൽ ഹാജരാകണം ഈ കേസുമായി ബന്ധപ്പെട്ട്. അതിന്റെ ഫോളോ അപ്പ് എന്ന നിലയിലാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ചീഫ് സെക്രട്ടറിയും DGPയും നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് നമ്മുടെ കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. നേരത്തെ ബി ജോയ് MLA പ്രതികരിച്ചിരുന്നു. അദ്ദേഹം കോടതി നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഹാജരാകുമെന്നാണ് പറഞ്ഞത്. താങ്കളുടെ മറുപടി? തീർച്ചയായിട്ടും കോടതി അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഹാജരാകണമല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ ഒരു നിലപാട് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞതാണ്. അത് അത്തരം ഒരു സ്റ്റേജ് കെട്ടിയത് ഒഴിവാക്കേണ്ടിയിരുന്നതാണ് എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് കോടതിയുടെ മുമ്പാകെയും അത് ബോധ്യപ്പെടുത്തും. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇടതുപക്ഷ സംഘടനകളെല്ലാം തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഓരോ സമ്മേളനങ്ങളും സമരങ്ങളും ഒക്കെ തന്നെ നടത്തുന്നതും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട MLA, നമ്മളിത് ചോദിച്ചു വാങ്ങിയതല്ലേ? തുടക്കം അറിയാം. നമ്മളൊക്കെ ഇത് ഇങ്ങനെ ഒരു വലിയൊരു പരിപാടി അത് നഗരത്തിന്റെ ഹൃദയത്തിൽ നടത്തുമ്പോൾ അതുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് നമ്മൾ ഉൾക്കാഴ്ചയോടെ കാണേണ്ടതായിരുന്നു. കാരണം കുപ്പിക്കഴുത്താണ് ഈ നഗരം, ഈ നഗരത്തിലെ പലയിടങ്ങളും എന്നറിയാം. അപ്പോൾ അവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട MLA സാന്നിധ്യം ഉണ്ടാകുമ്പോൾ MLA അടക്കം പറയാം, ജനങ്ങളൊക്കെ പോകുന്ന വഴിയല്ലേ എന്നൊക്കെ ചോദിക്കാമായിരുന്നു. അപ്പോൾ അത് ഉണ്ടായില്ല. അപ്പോൾ കോടതിയെ നമ്മൾ ഒരു തരത്തിൽ നമുക്ക് കുറ്റപ്പെടുത്താനോ ഒരു വിശകലനത്തിലേക്ക് പോലും പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് തിരിച്ച് ചിന്തിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തിരുവനന്തപുരത്തല്ല കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഇത്തരം പൊതുപരിപാടികൾ നടത്തുന്നത് പലപ്പോഴും റോഡ് വക്കിലോ ഒക്കെ ആയിരിക്കുമല്ലോ. നമുക്ക് തിരുവനന്തപുരത്തിന്റെ ഒരു അനുഭവം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് കടന്നു പോകുന്നത് എയർപോർട്ട് വഴിയാണ്. ആ സമയത്ത് എയർപോർട്ട് അടക്കം പക്ഷേ MLA അതിലൊരു യുക്തിക്കുറപ്പുണ്ടല്ലോ. അല്ല, ഞാൻ ചോട്ടെ, അല്ല, നമുക്ക് ഈ സമ്മേളനം ഇതൊരു പാർട്ടി സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിന് നമുക്ക് എവിടെയും പാർട്ടി സമ്മേളനം നമുക്ക് ഓഡിറ്റോറിയങ്ങളുണ്ട്, അനുവദനീയമായ മൈതാനങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് അതിനൊന്നും കുറവില്ലാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലങ്ങളൊന്നുമല്ല. അപ്പോൾ അവിടെയൊക്കെ നടത്തിയാലും ഈ ശക്തിയോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആരോഗ്യമൊന്നും ചോരില്ലല്ലോ. അല്ല, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം ഞങ്ങളുടെ സമ്മേളനം നടന്നത് ഹസൻ മരക്കാർ ഹാളിലാണ്. അവിടെ പ്രതിനിധി സമ്മേളനം കഴിഞ്ഞ് പൊതുസമ്മേളനമാണ് ഇവിടെ വെച്ച് നടത്താനൊരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ റോഡിൽ തന്നെ വേണമായിരുന്നോ? അല്ല, അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ നമുക്ക് മറ്റു സ്ഥലങ്ങളില്ലല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും ജാതി സംഘടനകളും എല്ലാം ഇപ്പൊ സെക്രട്ടേറിയറ്റിലേക്കായാലും മറ്റു പരിസരങ്ങളിലേക്കായാലും റോഡിലാണ് സാധാരണഗതിയിൽ ഇവിടെ നടത്തുന്നത്. ബഹുമാനപ്പെട്ട MLA, അങ്ങേക്ക് അറിയാമല്ലോ, അതായത് ബഹുമാനപ്പെട്ട MLAക്ക് അറിയാമല്ലോ. കാരണം അവിടെ നിന്നും 3-4 വഴികളുണ്ട്, റോഡുകളുണ്ട്. ഒന്ന് എവിടേക്കാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡുണ്ട്, പിന്നീട് അതായത് പാറ്റൂർ വഴി പോകുന്നത്, പിന്നീട് നമ്മുടെ വഞ്ചൂർ വഴി സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ജനറൽ ആശുപത്രി. അങ്ങനെ ഒരുപാട് അനിവാര്യമായ അവസ്ഥകൾ. ഇതിന്റെ ഇടയ്ക്കൂടെയാണ് വൈകിട്ടും രാവിലെയും കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുന്നത്, ജോലിക്ക് ആളുകൾ പോകുന്നത്, ആംബുലൻസ് പോകുന്ന വഴിയൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു മിതത്വം നമ്മൾ പാലിച്ചിരുന്നെങ്കിൽ, ആ മിതത്വമാണ് MLA നടക്കം ഞങ്ങളൊക്കെ കേൾക്കാനും പറയാനും ആഗ്രഹിക്കുന്നത്. അതുണ്ടായില്ല. അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ജനറലായി തിരുവനന്തപുരത്തും കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടിയാകെ തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ MLA. എഴുതാപ്പുറം വായിക്കില്ലേ? ഞാൻ പറഞ്ഞ എന്താണ്, നമ്മൾ ജനപക്ഷത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതിനുള്ള ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട MLA കൂടി. MLA എന്താണ് ഈ പറയുന്ന പാർട്ടി അംഗങ്ങൾ മാത്രമല്ലല്ലോ തെരഞ്ഞെടുത്തത്. തിരുവനന്തപുരത്ത് ഇപ്പം എന്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ MLA ആണ് താങ്കൾ. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഒക്കെ തന്നെ ഈ പാർട്ടിക്കാർ മാത്രമല്ല തന്നെ. അപ്പോൾ അവരോടൊരു ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് സ്വൈര്യമായി സഞ്ചരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു സമ്മേളനം ഒരു ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും വഴി അടച്ചു വേണ്ട, നമുക്കൊരു മറ്റേതെങ്കിലും ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ പരുവപ്പെട്ട ഒരു സ്ഥലത്തോ പുത്തരിക്കണ്ട മൈതാനത്തോ എവിടെയൊക്കെ നടത്താമല്ലോ. അത് ചെയ്തില്ലല്ലോ, അത് പറഞ്ഞില്ലല്ലോ MLAയും അത് കാഴ്ചക്കാരനായി ആ വേദിയിൽ ഇരിക്കുകയായിരുന്നല്ലോ. അതാണ് കഷ്ടമായി പോയത്. അതാണ് ചോദിച്ചത്. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മാതൃഭൂമി അടക്കമുള്ള ചാനലുകളുടെ വാഹനങ്ങൾ കൊണ്ടിട്ടാണല്ലോ മറു സൈഡ് ബ്ലോക്ക് ആക്കിയത്.
അപ്പൊ നിങ്ങളുടെ OB വാൻ അടക്കം കൊണ്ടിട്ടാണ് അവിടെ എല്ലാം ബ്ലോക്ക് ആയ ഒരു അല്ലല്ല OB വാനൊന്നും അവിടെ അനുവദിക്കത്തില്ല. അല്ല OB വാനൊന്നും അല്ലല്ല OB വാനൊന്നും അല്ല MLA അതായത് അല്ല OB വാനൊന്നും ആ വഴിയിൽ അനുവദിക്കത്തില്ല. കാരണം വെച്ചാൽ ആ വഴിയിൽ എന്തായാലും പാർക്കിംഗ് സൗകര്യമൊക്കെ അറിയാം. പോലീസ് അവിടെയുണ്ട്. പോലീസ് അവിടെ കർശനമായി നിന്നിട്ട് പോലും അങ്ങനെ വളരെ കൺജസ്റ്റഡ് ആംബുലൻസ് പോലും പോകാൻ പാടുപെടുന്ന സ്ഥലത്തൊന്നും OB വാനൊന്നും ഇട്ടിട്ടില്ല. പറയുമ്പോ പറയണമല്ലോ. ഞെരുങ്ങി പോകുന്ന ഇടത്ത് ആംബുലൻസ് ഇങ്ങനെ ഇടിച്ചിടിച്ച് പോകുന്ന സ്ഥലത്ത് അത് ഷൂട്ട് ചെയ്ത ആളിനെ കാണിക്കുമ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഇതെപ്പോഴേ വന്നേനെ. ഇതാ മാതൃഭൂമിയുടെ ഒക്കെ വാഹനം അവിടെ കൊണ്ടിട്ടല്ലോ എന്ന് എപ്പോഴേ നിങ്ങൾക്ക് പബ്ലിക് ഫോറം ഉണ്ടായിരുന്നല്ലോ. അവിടെയൊക്കെ എന്നേ വന്നു കഴിഞ്ഞേനെ. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം ഒരു ചർച്ച കോടതി കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് കോടതി നിർദ്ദേശം ഞങ്ങൾ പാലിക്കും. അങ്ങ് ഇവിടെ സൂചിപ്പിച്ച കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിന്റെ മറുപടി പറഞ്ഞത്. ഈ ഇവിടെ റോഡിൽ പരിപാടി നടത്തിയത് കൊണ്ട് തിരുവനന്തപുരം ആകെ ഗതാഗത കുരുക്കിലായി എന്ന് പറയുന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. റിഗ്രറ്റ് ആണല്ലോ വളരെ പ്രധാനപ്പെട്ടത്. ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് സമ്മതിക്കാനുള്ള ഒരു സാമാന്യമായി നമുക്ക് ഇനി ഞങ്ങൾ പാലിക്കാതെ ഉണ്ടാകാൻ പാടില്ല. അങ്ങ് ഇപ്പോൾ രണ്ടാമത്തെ ടീമിൽ MLA ആണ്. അപ്പോൾ അങ്ങയുടെയൊക്കെ വാചകങ്ങൾ കേൾക്കുമ്പോൾ അണികൾക്ക് ഒരു വെല്ലുവിളിക്കാനൊരു ഇത് കൊടുക്കരുത്. കോടതിയാണ് പറഞ്ഞത്. അല്ലെ നാട്ടിലെ സ്ഥിതി ഇതാണ് എന്ന് പറയേണ്ട ഒരു MLA അല്ലേ അങ്ങ്? അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങ് ഞങ്ങൾ പറഞ്ഞ ആദ്യ ഭാഗം മാത്രം കേൾപ്പിച്ചാൽ മതി. അങ്ങ് കൂടുതൽ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് മറുപടി പറയിക്കുകയില്ല. ചോദിക്കുമ്പോൾ എന്താണ് നമുക്ക് തെറ്റായ കാര്യം പറയാനല്ല, നമുക്ക് ഇത് പറ്റിപ്പോയി. ഞാൻ ബിജോയ് MLA നമ്മൾ അതിനുശേഷം പിറ്റേന്ന് അദ്ദേഹം പറഞ്ഞ ഞങ്ങൾ വളരെ ഖേദപൂർവ്വമാണ് ഈ കാര്യത്തെ കേൾക്കുന്നത്. കാരണം അതുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ അതിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് പറയാനും പറ്റില്ല. പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടു, അതിനിപ്പുറത്തും നമ്മൾ കണ്ടതാണ്. ഇവിടെ സെക്രട്ടേറിയറ്റിന് തൊട്ട് മുന്നിൽ സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ ഫോൺ കട്ട് ചെയ്തേക്കും. എന്തിനാ എന്നെ വിളിച്ചത്? അല്ല, പറഞ്ഞോളൂ. അല്ല, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായി പറഞ്ഞു. CPIM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് ആദ്യം വ്യക്തമാക്കിയിരുന്നു. ഇതാണ് എന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. പിന്നെ അങ്ങ് വേറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് എനിക്ക് മറുപടി പറയേണ്ടതായിട്ട് വരുന്നത്. ലോകത്ത് ആദ്യമായിട്ട് നടന്ന ഒരു കാര്യമൊന്നുമല്ല ആ തിരുവനന്തപുരത്ത് നടന്ന കാര്യം എന്നുള്ളത് എനിക്ക് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങ് മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചായാലും രാജ്ഭവൻ മാർച്ചായാലും ഒക്കെ തന്നെ റോഡിലാണ് നടത്തുന്നത്. നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഡൽഹിയിലെ ജന്തർ മന്ദർ പോലെയുള്ള ഒരു സംവിധാനം നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു സാഹചര്യം വന്നു ചേരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വിവിധ ജാതി സംഘടനകളും മതസംഘടനകളും എല്ലാ പരിപാടികളും നടത്തുന്നത് റോഡിലാണ്. അപ്പോൾ ഭാവിയിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി ഒരു സ്ഥലം നിർണ്ണയിക്കുന്ന കാര്യം ഞാൻ മേയറായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ആലോചിച്ചതാണ്. ഏതെങ്കിലും കുറച്ച് സ്ഥലം അക്യൂർ ചെയ്ത് ജന്തർ മന്ദർ പോലുള്ള ഒരു സ്ഥലം അക്യൂർ ചെയ്ത് നമുക്ക് ഇത്തരം പരിപാടികൾ അങ്ങോട്ടേക്ക് മാറ്റണം. നമുക്ക് അതില്ലാത്തത് കൊണ്ടാണ് റോഡിൽ നടക്കേണ്ട ഒരു സാഹചര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വന്നു ചേരുന്നത്. അതാണ് ഞാൻ വ്യക്തമാക്കിയത്. ബഹുമാനപ്പെട്ട MLA, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിനിയിപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വഴി കൂടി തുറക്കുകയല്ല. അങ്ങനെ ഒരു ചിന്ത ഇനി വേണ്ടേ? നമ്മുടെ ഇത്രയും തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും കോടതിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നമുക്ക് അത്തരം ഒരു സ്ഥലം ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അത്തരം പരിപാടികൾ അങ്ങോട്ടേക്ക് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് വരേണ്ടതായിട്ട് വരും. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതിലേക്കാണ് വന്നത്. ശരി, വളരെയധികം നന്ദി.